ഫൈബർ കണ്ടന്റിന്റെ അളവനുസരിച്ച് നമുക്ക് എങ്ങനെ ഫുഡുകൾ റേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വെജിറ്റബിൾസിന് 10 കൊടുക്കാം. ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, അയൺ വൈറ്റമിൻസ് ഒത്തിരി ഉണ്ട്. ബെറീസിൽ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ അയൺ കണ്ടന്റ് കൂടുതലാണ്. നട്ട്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫാറ്റ് കുറവായിരിക്കും, പ്രോട്ടീൻ കൂടുതലായിരിക്കും, ഫൈബർ കണ്ടന്റ് ഉണ്ടാവും, ഡൈജഷനും ഈസി ആയിരിക്കും. അളവ് കുറച്ച് കഴിക്കുക. നട്ട്സിലിപ്പോൾ കാഷ്യൂ ഉണ്ടാവാം, വാൾനട്ട്, ബദാം, അങ്ങനെ നട്ട്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് പറയുന്നത്. സീഡ്സ് ഒരു 8.5 to 9. സീഡ്സിലിപ്പോൾ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ എന്താ പറയുക ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും നല്ലതാണ്. ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് സീഡ്സ്. പംകിൻ സീഡ് ആണെങ്കിലും ചിയ സീഡ് ആണെങ്കിലും ഫ്ലാക്സ് സീഡ് ഒക്കെ ആണെങ്കിലും ഫാറ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ തടയാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡാണ്. ലീഫി വെജിറ്റബിൾസ് 9. ലീഫി വെജിറ്റബിൾസ് എല്ലാം വരും. ചീര, മുരിങ്ങയില, പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, ഇതൊക്കെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, അയൺ, പ്രോട്ടീൻസ്, മിനറൽസ് ഒക്കെ കൂടുതലാണ്. ഇതുപോലുള്ള ഹെൽത്തി ടിപ്സിനായിട്ട് ഈ കാണുന്ന പേജ് ഫോളോ ചെയ്യുക. ഡോക്ടർ കൺസൾട്ടേഷനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.